അയ്യോ അല്ലടാ മോനെ, കഷ്ടമായി പോയല്ലോടാ. കൊടുത്ത വാക്കും നേടിയെടുത്ത വിശ്വാസവും നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന നൊമ്പരം അതെന്റെ മോന് മനസ്സിലായി തുടങ്ങിയല്ലേ? വിശ്വാസത്തെക്കുറിച്ചും വാക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ അച്ഛൻ എന്ത് യോഗ്യത ഉള്ളത്? സ്വന്തം കേസ് ജയിക്കാൻ എന്ത് നെറുകെട്ട പണിയും കാണിക്കാൻ മടിക്കാത്ത അച്ഛന്റെ നിഘണ്ടുവില് അത്തരം വാക്കുകൾക്ക് ഒരു സ്പേസും ഇല്ല. നിൽക്ക്, ഞാനതെന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ വാക്കും വിശ്വാസവും ശംഖുചക്രത്തിലെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകൻ അർജുൻ രാഘവ് പനക്കൽ തറവാട്ടിലെ MP വിശംബരക്കുറുപ്പിന്റെ മകൾ കാവ്യയെ വിവാഹം കഴിക്കും. അതായിരുന്നു ഞാൻ കൊടുത്ത വാക്ക്. എന്റെ വീട്ടിൽ എന്നെ അനുസരിച്ച് എന്റെ ചിട്ടുവട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന എന്റെ മകൻ ആ വാക്ക് പാലിക്കാൻ എന്റെ ഒപ്പം നിൽക്കും. അതായിരുന്നു എന്റെ വിശ്വാസം. അത് രണ്ടും തെറ്റിച്ച നിനക്കാണ് എന്റെ മുന്നിൽ വന്നു നിൽക്കാനുള്ള അവകാശമില്ലാത്തത്. യു മേ ഗോ ഔട്ട്. ഔട്ട്. ഗെറ്റ് ഔട്ട് ഐ സേ. ഓ, ഈ പറഞ്ഞ അർഹതയില്ലാത്തതുകൊണ്ടായിരിക്കും സ്വന്തം മകനെ തീർത്ത് കെട്ടാൻ അച്ഛൻ കുറെ ഗുണ്ടകൾ അയച്ചത്. കൊന്ന് കുളത്തിൽ കെട്ടി താഴ്ത്താൻ. നീ എന്ത് തമാശക്കേടാ മോനെ പറയുന്നത്? നിന്നെ കൊല്ലം ഞാൻ ആള് വിട്ടെന്നോ? അതെന്തിന്? ആർക്ക് എന്ത് നേടാൻ വേണ്ടി? ഇനിയിപ്പോ അഥവാ എനിക്ക് നിന്നെ കൊല്ലണമെങ്കിൽ ഞാനെന്തിന് ഗുണ്ടകളെ ഇറക്കി വെറുതെ കാശ് മുടക്കണം? നന്ദിനിയോട് പറഞ്ഞു നിനക്ക് തരുന്ന ഭക്ഷണത്തിൽ ഇച്ചിരി വിഷം കലക്കി തന്നാ പോരായിരുന്നോ? ആരോട്ടും അറിയൂല. അപ്പൊ അച്ഛനല്ലേ അത് ചെയ്തത്? ഇനിയിപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ആളല്ല. പിന്നെ മോനെ, നീ ചെറുപ്പമാണ്, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉപദേശങ്ങൾ തരാം. ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ പരസ്പര വിശ്വാസമാണ്. നിന്റെ കാര്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ അത് തെറ്റിപ്പോയി. നോ നോ നോ, ഈ അഡ്വക്കേറ്റ് രാഘവനുണ്ണി അത് തെറ്റിച്ചു കളഞ്ഞു. ഇനി നീ എന്തു പറഞ്ഞാലും ആ പെൺകുട്ടി നിന്നെ വിശ്വസിക്കില്ല. നമ്മൾ ഈ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നീറ്റലുണ്ടല്ലോ, അത് നീ ഇനി അനുഭവിക്കും. അപ്പോ യുവതുർക്കിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്നാ എന്റെ പൊന്നുമോൻ പോയി അടുത്ത പണി എന്താണെന്ന് വെച്ചാ ചെയ്യാൻ നോക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.